വർഷം 1955. കപ്പമാവിളയിൽ വീട്. തുലാമാസം തൃക്കേട്ട നാളിൽ കൃഷ്ണപിള്ളയുടെയും കമലാക്ഷിയമ്മയുടെയും 2 പെൺമക്കളുടെ അനിയനായി നമ്മുടെ കഥാനായകൻ ജനിച്ചു. ശേഷം നായകന് 4 അനിയന്മാരും 1 അനിയത്തിയും ജനിച്ചു. അങ്ങനെ അവൻ അവർക്കൊരു താങ്ങും തണലുമായി വളർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചിക്കൻ പോക്സ് പിടിക്കുന്നത്. തുടർന്നുള്ള 20 ദിവസം അവന് സ്കൂളിൽ പോകാൻ പറ്റാത്തതിനാൽ അതിൻ്റെ ലീവ് ലെറ്റർ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അങ്ങനെ രോഗം ഭേദമായ ശേഷം സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ലീവ് ലെറ്റർ ഒന്നും ഇവിടെ കിട്ടിയില്ല. ഇനി 1 വർഷം കൂടി 9ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന്. ഇനിയും 1 വർഷം കൂടി വെറുതെ കളയാൻ ഇഷ്ടമല്ലാതെ അവൻ പഠിത്തം നിർത്തുന്നു. അങ്ങനെ 1969 അവൻ്റെ 15ാമത്തെ വയസ്സിൽ കുറെ പ്രാരാബ്ദങ്ങളുമായി അവൻ്റെ വല്യച്ഛൻ്റെ കൂടെ മദ്രാസിലേക്ക് യാത്രയാവുന്നു. തുടർന്നുള്ള 5 വർഷം അവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്ത ശേഷം അവൻ ബോംബെക്ക് പോകുന്നു, അവൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക്. 6 വർഷങ്ങൾക്ക് ശേഷം അവൻ അവിടെ നിന്ന് ബെഹ്റിനിലേക്ക് പോകുന്നു. ശേഷം 1986 നമ്മുടെ നായകൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ നായികയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ജനുവരി 5 അവരുടെ കല്യാണം കഴിയുന്നു. അങ്ങനെ 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിച്ചു. പിന്നെ 1992 ഒരു പെൺകുട്ടിയും. പിന്നെ അദ്ദേഹം 2007 ഒരു വീട് വെച്ച് മാറിയ ശേഷം വീണ്ടും ഗൾഫിലേക്ക് തന്നെ തിരികെ പോകുന്നു. ശേഷം നീണ്ട 32 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മകളുടെ കല്യാണം കഴിഞ്ഞു. ശേഷം മകൻ്റെയും. പിന്നെ മകൾക്കൊരു പെൺകുട്ടിയും മകനൊരു ആൺകുട്ടിയും ജനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു അപ്പൂപ്പനുമായി. എല്ലാത്തിനും ഇപ്പുറം അദ്ദേഹം ഇന്ന് തൻ്റെ 70ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. 1000 ജന്മദിനാശംസകൾ. സ്നേഹപൂർവ്വം പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തതിനുമപ്പുറം ഇഷ്ടത്തോടെ അച്ഛൻ്റെ പ്രിയപ്പെട്ടവർ.